നല്ല ക്രിസ്പി പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു പഴമാണ്, അതാണ് ഞാൻ 6ആയിട്ട് സ്ലൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മൈദയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ എത്ര പഴം എടുക്കണോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മൈദ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി. ഈ അരിപ്പൊടി ഇടുമ്പോഴാണ് ഈ പഴംപൊരിക്ക് ഒരു നല്ല ക്രിസ്പിനെസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ മധുരം, അതിന് നമുക്ക് കുറച്ച് പഞ്ചസാര ഇടാം. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന അധികം പഴുത്ത പഴമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പഞ്ചസാര യൂസ് ചെയ്യുക. പിന്നെ എള്ളാണ് ഇതിനൊരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതിടാം, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിടാം. എന്നിട്ട് ഇത് ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി കളയരുത്, കാരണം നമുക്ക് വേണ്ടുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എത്ര ആണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് നന്നായിട്ട് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം നമുക്ക് വേണ്ടത്ര ഉള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഇടുന്നതും പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ അതും ചേർക്കുക. പിന്നെ അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് ലേശം ഉപ്പാണ്. ഞാനപ്പം ആദ്യം തന്നെ നമുക്ക് ഇടുമ്പോൾ തന്നെ ഉപ്പൊക്കെ ചേർക്കാം, അപ്പോൾ ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ നമ്മൾ ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലേശം ഉപ്പിടാം, ഒത്തിരി കൂടി പോകരുത്, പഴംപൊരി നന്നായിട്ട് ഫ്ലോപ്പായി പോവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു പാൻ നമുക്ക് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഞാൻ ഒത്തിരി ഒഴിച്ചിട്ടില്ല, ഓയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന പോലെ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടില്ല, ആവശ്യത്തിന് വേണ്ടത്രേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഈ പഴംപൊരി ബാറ്റർ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ പഴം നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു 5 minutes ഒക്കെ അങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കും, കാരണം ഈ മാവ് ശരിക്കും ഒന്ന് ആ പഴത്തേൽ പിടിക്കാൻ വേണ്ടി ഞാനതൊന്ന് അങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന പഴംപൊരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 3 എണ്ണം ഫ്രൈ ചെയ്യാമെന്നാണ് ഓർത്ത്, കാരണം ഞാൻ ഒത്തിരി എണ്ണ എടുക്കാത്തതുകൊണ്ട് തന്നെ ആദ്യം 3 എണ്ണം ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടാം. ഇതിപ്പോൾ നന്നായിട്ട് ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കപ്പോൾ അടുത്ത സൈഡിലേക്കും കൂടെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് ഇത് ക്രിസ്പി ആയിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറൊക്കെ അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ.